ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനാം യേശുവിനോട് കൂടെ വാണിടും. മന്നവനാം യേശുവിനോട് കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോട് കൂടെ നിത്യവാസമാമേ. കർത്താവിനോട് കൂടെ നിത്യവാസമാമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ കർത്താവ് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് അപ്പസ്തോലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരിക്കുന്നത് എങ്ങനെയാണ് ലാഭമാകുന്നത്? മരിക്കുന്നത് നഷ്ടമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അപ്പസ്തോലൻ മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ പലരും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അറിയാമെങ്കിലും പലരും അവരവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ മാതാപിതാക്കന്മാരുടെ ഒപ്പമായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഒപ്പമായിരിക്കാം, മക്കളോടൊപ്പമായിരിക്കാം, കുഞ്ഞുമക്കളോടൊപ്പമായിരിക്കാം നാം കഴിയുന്നത്. എന്നാൽ നാം ഇവരെയൊക്കെ വിട്ട് പിരിയേണ്ട ഒരു ദിവസം വരും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും പിരിയില്ല എന്ന മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും തമ്മിൽ സ്നേഹം വേണമല്ലോ. എന്നാൽ നമ്മളെ ഇന്ന് സ്നേഹിക്കുന്നവരെ ഇനി ഒരിക്കലും കാണാൻ പറ്റാതെ വണ്ണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥ വന്നാലോ? എന്നാൽ ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് വലിയ പ്രത്യാശയുണ്ട്, മരണത്തിനപ്പുറം നേരിട്ട് കാണാമെന്ന്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന രംഗത്ത് ഇവരെല്ലാം വിട്ട് പിരിയേണ്ടതായ ഒരു ദിവസം വരും, യാതൊരു സംശയമില്ല. എന്നാൽ മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം 3 ഭൂഖണ്ഡങ്ങളെ മുഴുവനും അടക്കി ഭരിച്ചൊരു വ്യക്തിയാണ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ മുഴുവനും അനേക രാജ്യങ്ങളെ തോൽപ്പിച്ച് അവരെ കൊള്ളയടിച്ച് അവരുടെ സ്വർണങ്ങളും രത്നങ്ങളെല്ലാം കൈയടക്കി ആ ദേശങ്ങളെല്ലാം അടക്കി വാണ ഒരു വ്യക്തിയായിരുന്നു. പേര് തന്നെ മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഈ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നത് തൻ്റെ 32-ാമത്തെ വയസ്സിലാണ്. വളരെ യൗവനത്തിൽ തന്നെ മരിക്കത്തക്കതായ രോഗം പിടിച്ചു. ആ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതായ അനുയായികളോട്, അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോട് അദ്ദേഹം പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. 3 ആഗ്രഹങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം. പ്രഗത്ഭരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല എന്നുള്ള കാര്യം ജനം അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് മലേറിയോ മറ്റോ പിടിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ 10-12 ദിവസം ശക്തമായ പനിയായിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു, എൻ്റെ 2 കൈകളും
ശവപ്പെട്ടിക്ക് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണമെന്ന്. കാരണം ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം ജനം അറിയണം. ഞാൻ അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് സ്വർണങ്ങളും രത്നങ്ങളെല്ലാം കൈയടക്കി, എന്നാൽ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈകൾ ശൂന്യമാണ് എന്ന് സകലരും അറിയണം. മൂന്നാമത്തെ ആഗ്രഹം, എന്നെ ചുമന്നുകൊണ്ടു പോകുന്ന വഴികളിൽ ഞാൻ സമ്പാദിച്ച സ്വർണങ്ങളും രത്നങ്ങളും വഴിയിൽ വിതരണം. അതെന്തിനാണ്? സമ്പത്തിനും മരണത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം ലോകം അറിയണമെന്ന്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് പറയാൻ കഴിയുമോ മരിച്ചത് ലാഭമെന്ന്, മരണം ലാഭമെന്ന്? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം എന്തിനു വേണ്ടി ഓടി നടന്നോ എല്ലാം ഇട്ടിട്ട് അദ്ദേഹം പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, സ്വന്തം ഛായയിലും രൂപത്തിലും അവനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഒരു കാര്യം കൽപ്പിച്ചു, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് എന്നൊരു കൽപ്പന കൊടുത്തു. അത് മനുഷ്യൻ ലംഘിച്ചു. ഏദൻ തോട്ടത്തിൽ സാത്താൻ വന്നു, ഹവ്വായെ പ്രലോഭിപ്പിച്ചു. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഉപായത്താൽ ചതിക്കുകയാണ് ഉണ്ടായത്, കെണി വയ്ക്കുകയാണ് ഉണ്ടായത്. സർപ്പം ഹവ്വായെ ചതിച്ചു, ഹവ്വ ആദാമിനും ഫലം തിന്നാൻ കൊടുത്തു, രണ്ടുപേരും ഭക്ഷിച്ചു, അവസാനം ഓടി ഒളിക്കുകയാണ്. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ എവിടെ? നീ ഒളിക്കുന്നത് എന്ത്? ഞാൻ തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവോ? എന്നിട്ട് ദൈവം സർപ്പത്തെ ശപിച്ചു, ആദാം നിമിത്തം ഭൂമിയെ ശപിച്ചു. ആദാമിനോട് ദൈവം പറയുകയാണ്, നീ പൊടിയാകുന്നു, പൊടിയിൽ തീയെ ചേരും ആദാമേ, നിനക്ക് മരണം സംഭവിക്കും. നീ തിന്ന സമയത്ത് തന്നെ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിന്റെ ആത്മാവിൽ നീ മരിച്ചു, എന്നാൽ നീ ശരീരം വെടിയേണ്ടതായിട്ട് നിനക്ക് വരും. സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു കേൾക്കാം. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതി വെച്ചു, പൊടി പണ്ടായിരുന്നത് പോലെ തന്നെ ഭൂമിയിലേക്ക് തിരികെ ചേരും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം അന്വർത്ഥമാകും. എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന്. നാം എല്ലാവരും ഒരു നാൾ മരിക്കും. മരിക്കാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് മറ്റൊരാൾ പറഞ്ഞു, ഒരു വഴിയുണ്ട്, ജനിക്കാതിരുന്നാൽ മതിയെന്ന്. ജനിച്ച ഏത് വ്യക്തിയും മരിക്കും. എന്നാൽ ചോദ്യം ഇതാണ്, അപ്പോസ്തലനായ പൗലോസിനെ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്ന്? അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ എന്തു വേണം പ്രിയമോട് പറയും. മറ്റൊരിടത്ത് ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിലാണ് 20-ാം വാക്യത്തിൽ ദൈവം ഒരു ധനാഢ്യനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടായിരുന്നു. അവനെ വിളിക്കുകയാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും, അപ്പോൾ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നാണ് ചോദിക്കുന്നത്. അവൻ ലോകപ്രകാരം വിജയിച്ച വ്യക്തിയാണ്. അവന് നല്ലതുപോലെ കൃഷിയിൽ വിളവെല്ലാം കിട്ടി. അവൻ സന്തോഷിച്ച് ആർത്ത് അട്ടഹസിച്ച് ചിരിച്ച് ആമോദിച്ചിരിക്കുകയാണ്. കാരണം വലിയൊരു വിജയമാണ് അവൻ്റെ കൃഷിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കിട്ടിയത്. വലിയ കോടികളുടെ ടേൺ ഓവർ എന്നെല്ലാം പറയുന്നത് പോലെ ചിലർ പ്രശംസിച്ച് പറയാറുണ്ട്, എനിക്ക് ഇത്ര കോടി ടേൺ ഓവർ അല്ലെങ്കിൽ ഇത്ര കോടി നെറ്റ് പ്രോഫിറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ അവൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അവനെ ദൈവം വിളിക്കുകയാണ്, നീ മൂഢനാണ്. എന്ത്? ഞാൻ എൻ്റെ കഴിവും സാമർഥ്യവും ബുദ്ധിയും ഉപയോഗിച്ച് എൻ്റെ ധനം ഞാൻ ഇരട്ടിയാക്കി 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, എല്ലാവരും എന്നെ പ്രശംസിക്കുമ്പോൾ, എല്ലാവരും എന്നെ ആദരിക്കുമ്പോൾ, എനിക്ക് പല അവാർഡുകളെല്ലാം ലഭിക്കുമ്പോൾ, ജനം മുഴുവൻ ഞാൻ ബുദ്ധിമാൻ, ഞാൻ കഴിവുള്ളവൻ, ഞാൻ വലിയ വ്യവസായി അല്ലെങ്കിൽ കൃഷിയിൽ വലിയ വിജയം നേടിയവൻ, കർഷകശ്രീ അവാർഡ് ലഭിച്ചവൻ എന്നെല്ലാം പറഞ്ഞ് പ്രശംസിക്കുമ്പോൾ ദൈവം പറയുന്നു മൂഢനെന്നോ? എന്തുകൊണ്ട്? അവനെ ദൈവം മൂഢ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ അവൻ മരിക്കുമ്പോൾ എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയാൻ പറ്റുമോ? ആ മൂഢനായ ധനവാൻ ഒരിക്കലും പറയാൻ പറ്റുകയില്ല മരിക്കുന്നത് ലാഭമാണ് എന്ന്. അവനെ ദൈവം മൂഢ എന്ന് വിളിക്കാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? അവൻ ദൈവവിഷയമായി സമ്പന്നനായില്ല എന്നുള്ളതാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? 12-ാം അധ്യായം 20-ാം വാക്യം. മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും,
പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ആ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്ന് ദൈവം പറയുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം അവനെ മൂഢ എന്ന് വിളിക്കാനുള്ള കാരണം? അവൻ ദൈവവിഷയമായി വട്ടപൂജ്യമായിരുന്നു. അവൻ ദൈവവിഷയമായി സമ്പന്നനായിരുന്നില്ല. അവന് പറയാൻ പറ്റുമോ എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്ന്? ഒരിക്കൽ 10-15 വർഷം മുമ്പാണ് ഞാനൊരു സുവിശേഷ പ്രസംഗം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വളരെ ലേറ്റായി. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അതിന് ഡൈനിങ് റൂമിലേക്ക് വന്നു. അപ്പോൾ അമ്മ എനിക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചു. ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് പാടി. അപ്പോൾ അമ്മ പറഞ്ഞു, നിർത്ത് പാട്ട് പാടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എൻ്റെ തൊണ്ടയെല്ലാം അടച്ചിരിക്കുകയാണ്, പ്രസംഗം കഴിഞ്ഞിട്ടിരിക്കുകയാണ്, റഫായിട്ടിരിക്കുകയാണ് ശബ്ദമെല്ലാം, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പാട്ട് തുടർന്നു. വീണ്ടും അമ്മ പറഞ്ഞു, പിള്ളേർക്ക് പേടിയാവും, പാടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പാടിയ പാട്ടെന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ കത്തോലിക്ക സഭയിലൊക്കെ ഉള്ളവർക്ക് അറിയാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ. ഈ പാട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള പാട്ടായതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പേടിക്കുമെന്ന് വിചാരിച്ചാണ് അമ്മ അത് പറഞ്ഞത്, പാടല്ലേ എന്ന് പറഞ്ഞത്. രാത്രിയിലും കൂടെ ആയതുകൊണ്ട് പേടിയുണ്ടാകുമല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ബാല്യപ്രായത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, ഞങ്ങളുടെ പള്ളിയിലേക്കുള്ള ശവവണ്ടിയെല്ലാം കൊണ്ടുപോകുമ്പോൾ ഈ പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. വളരെ ദുഃഖാർത്ഥരായിട്ട് അനുഗമിച്ചുകൊണ്ട് അനേകർ പോകുമ്പോൾ, ബന്ധുക്കളും ആ നാട്ടുകാരെല്ലാം പോകുമ്പോൾ ഞാൻ ഭയത്തോടെ നിന്ന് കണ്ടിട്ടുണ്ട്. ആ പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പലർക്കും ഭയമാണ്. ഈ ചൈനക്കാരൊന്നും മരണത്തെക്കുറിച്ച് പറയില്ല, കാരണം അതൊരു നെഗറ്റീവ് ചിന്തയുണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അത് നെഗറ്റീവ് ചിന്തയൊന്നുമല്ല. മരണത്തിനപ്പുറം എന്ത് എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ഇന്ത്യയിൽ 3 തരം ചിന്തകളാണുള്ളത്. മരണത്തിനപ്പുറം, മരണാനന്തര അവസ്ഥയെക്കുറിച്ച് 3 തരം ചിന്തകളാണുള്ളത്. ഒരു കൂട്ടർ ചിന്തിക്കുന്നത് മരണത്തോടുകൂടി എല്ലാം തീർന്നു, പിന്നെ ഒന്നുമില്ല, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്മരണകൾ മാത്രം നിലനിൽക്കും. അപ്പോൾ ആ സ്മരണ, നല്ല സ്മരണ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നല്ല രീതിയിൽ ജീവിക്കും. അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, കാരണം മരണത്തിനപ്പുറം ഒന്നുമില്ല. ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, ദൈവത്തെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ന്യായവിധിയെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മരണത്തോടുകൂടി എല്ലാം തീരുമെന്ന് ചിന്തയുള്ളവരുണ്ട് ഒരു കൂട്ടർ. അവർക്ക് പറയാൻ പറ്റുമോ മരിക്കുന്നത് ലാഭമാണ് എന്ന്? ഇല്ല പ്രിയരെ, അവർക്ക് പറയാൻ പറ്റിയില്ല. അവർക്ക് ജീവിക്കുന്നതാണ് ലാഭം എന്ന് പറയുള്ളൂ. പരമാവധി ജീവിക്കുക, മരിക്കുന്ന ലാഭമാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ ഒരു കൂട്ടരുണ്ട്, മരണത്തിനപ്പുറം ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല, ശരീരം നിർജ്ജീവമാകുന്നു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ ആത്മാവ് തുടർന്നും ജീവിക്കും, മറ്റ് ശരീരങ്ങളിൽ, മറ്റ് ജീവജാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അവർക്ക് പറയാൻ പറ്റുമോ മരിക്കുന്ന ലാഭമാണ് എന്ന്? ഒരിക്കലും പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, 3ാമത്തെ ഒരു ചിന്തയാണ് മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്ന്. ആ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ച്, അവനെ അംഗീകരിച്ച്, അവനെ കൈക്കൊണ്ട്, അവനായിട്ട് ജീവിതം സമർപ്പിച്ച് മാനസാന്തരപ്പെട്ടൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ സ്വർഗം അവകാശമാക്കാൻ പറ്റുമെന്നും, അതല്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുമെന്നുള്ളത് വിശ്വാസമാണ്. എന്നാൽ അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. ഈ ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റുമോ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്ന്? എല്ലാവർക്കും പറയാൻ കഴിയില്ല. ഈ ഭൂമിയിൽ തോന്നിയതുപോലെ ജീവിച്ച് മദ്യപാനത്തിന് അടിമയായി, വ്യഭിചാരത്തിനും വ്യഭിചാര മോഹങ്ങൾക്കും അടിമയായി, ബ്ലൂ ഫിലിംസ് കണ്ട് തന്നെത്താൻ അശുദ്ധമാക്കി ഏറ്റവും ഹീനമായ ജീവൻ നയിക്കുന്ന വ്യക്തികൾക്ക് പറയാൻ കഴിയുമോ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്ന്? ഇല്ല പ്രിയരെ, അവർക്ക് ന്യായവിധി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ന്യായവിധിക്ക് അപ്പുറം നിത്യ നരകത്തിൽ പോയി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നിത്യ നരകത്തിൽ നിത്യത മുഴുവൻ കഴിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവർക്ക് പറയാൻ പറ്റുമോ മരിക്കുന്ന ലാഭമാണ് എന്ന്? ക്രിസ്ത്യാനികളിൽ തന്നെ അവിശ്വാസികളും അശുദ്ധരുമായിട്ട് ജീവിക്കുന്നവർക്ക്, മാനസാന്തരമില്ലാത്ത ജീവിക്കുന്നവർക്ക് പറയാൻ പറ്റുകയില്ല മരിക്കുന്ന ലാഭമാണ് എന്ന്. പിന്നെ ആർക്കാണ് പറയാൻ പറ്റുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്, അവനായിട്ട് ജീവിതം സമർപ്പിച്ച്, മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന, സുവിശേഷ വേല വിശുദ്ധിയോട് ചെയ്യുന്നവർക്ക് മാത്രമേ
മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 1 അധ്യായം 21 വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നത്. അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ ജീവൻ നയിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ്. ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ പോകുന്നത്. പരിശുദ്ധ മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ നിരയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതുകൊണ്ട് മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നാളുകളായിട്ട് കൂട്ടായ്മയിൽ വരുന്നവരെ, ക്രിസ്തീയ ജീവൻ നയിക്കുന്നു എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ പോകുന്നവരെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്ന്? ക്രിസ്തു ഹൃദയത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവന് മരണത്തെ ഭയമില്ല, അവന് മരണത്തെക്കുറിച്ച് ആകുലതയില്ല, അവന് മരണത്തെക്കുറിച്ച് ഒരു ചിന്താക്കുഴപ്പമില്ല. അവനറിയാം, ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലും. ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് പർദീസയിലേക്ക് പോകും. എൻ്റെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. കല്ലറകളിൽ നിന്ന് എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ശരീരം പുതുക്കം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവന് ഭയമില്ല. ന്യായവിധിയുടെ ദിവസം കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവന് ഭയമില്ല. നിങ്ങൾക്ക് ഭയമുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങൾ വചനം കേട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണോ? മനസ്സറിഞ്ഞൊരു പാപം വരികയില്ല എന്ന് ചിന്തയിലോ പ്രവൃത്തിയിലോ നിരൂപണത്തിലോ വരികയില്ല എന്ന് തീരുമാനമുള്ള വ്യക്തിയാണോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണോ? വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന അനേകരെ എനിക്കറിയാം. നല്ല മനോഹരമായിട്ട് വിശുദ്ധിയെക്കുറിച്ച് പറയും. പക്ഷേ അവർ പോലും ക്രിസ്തുവിൻ്റെ മനസ്സില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്ത സഹപ്രവർത്തകരോട് പെരുമാറുന്നത് കാണുമ്പോൾ, സഹ കൂട്ടായ്മക്കാരോട്, സഹോദരന്മാരോട് പെരുമാറുന്നത് കാണുമ്പോൾ ലജ്ജിച്ചു പോവുകയാണ്. പ്രസംഗം വിശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധി എന്ന വാക്ക് തന്നെ വരികയുള്ളൂ. പക്ഷെ സഹോദര, യേശുവിൻ്റെ സ്നേഹവും കരുണയും ദയവും ഇല്ലാത്ത മനസ്സുമായിട്ട് നടക്കുന്ന നീയാണോ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ടോ? ക്രിസ്തുവിൻ്റെ എളിമയുണ്ടോ? ക്രിസ്തു ചെയ്തത് എന്തെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയൂ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി ഉണ്ടോ എന്നാണ് ചോദ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ജീവിതമാണോ നീ നയിക്കുന്നത്? അല്ല എങ്കിൽ നിനക്ക് ഒരിക്കലും മരണലാഭം എന്ന് പറയാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ടാണ് മരണലാഭം എന്ന് പറയാനുള്ള കാരണമെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കാരണം. അപ്പോസ്തലനായ പൗലോസ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്ലിയറും വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല ജീവിക്കുന്നത്. കാരണം ഞാൻ എന്ന പഴയ തർസോസുകാരനായ ശൗല് ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു വെളിച്ചം ചുറ്റും മിന്നിയപ്പോൾ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ഞാൻ നിലം പതിച്ചതാണ്. അവിടെ വെച്ച് എനിക്കൊരു മാനസാന്തരം കിട്ടിയതാണ്. പിന്നെ എഴുന്നേൽക്കുന്നത് ശൗലായിട്ടല്ല, സെൻബോളായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ സ്വയവും എല്ലാം ഞാൻ ത്യജിച്ചു കളഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഈ ലോകം തരുന്ന സുഖങ്ങളും ഈ ലോകത്തിലെ പ്രതാപങ്ങളും സ്ഥാനമോഹങ്ങളും എല്ലാം ഞാൻ ത്യജിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടത് എൻ്റെ യേശുനായകനാണ്. എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞവനായ യേശുനായകൻ. ഞാൻ ക്രിസ്തുവിനോടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അടുത്ത വാക്യം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിലായിരിക്കും നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോൾ ഞാൻ അവന് വേല ചെയ്യുന്നത് കാണാമല്ലോ. എങ്ങനെയാണെന്ന് അറിയാമോ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. എന്നെ സ്നേഹിക്കുന്ന അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനായ, എനിക്ക് വേണ്ടി അറുക്കപ്പെടാൻ വന്നവനായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എൻ്റെ മനസ്സ് മുഴുവനും. ഞാൻ ഏത് കാര്യത്തിൽ വ്യാപൃതനായിരുന്നാലും, രാത്രി കൂടാരപ്പണിയാണ്,
രാത്രി നല്ലതുപോലെ അധ്വാനിച്ച് വേല ചെയ്തിട്ടാണ് അപ്പോസ്തലൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പകൽ നടക്കുന്നത്. രാത്രി കൂടാരപ്പണി ചെയ്ത് അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോഴും ഒരു മുഖമാണ് അപ്പോസ്തലന്റെ മുമ്പിൽ. ആരുടെ മുഖം? അപ്പോസ്തലന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിൻ്റെ മുഖം. അവനോടുള്ള സ്നേഹം എങ്ങനെയുണ്ട്? ഒരിക്കൽ സോവിയറ്റ് റഷ്യ കിഴക്കൻ യൂറോപ്പിൽ വന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു റഷ്യൻ പട്ടാളക്കാരൻ ഒരു ചിത്രകാരൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. അവിടെ വരച്ചിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളെല്ലാം കണ്ടു. അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. അപ്പോൾ ചിത്രകാരൻ വന്നിട്ട് പറഞ്ഞു, കൊള്ളാമല്ലോ, നിങ്ങളെ കണ്ടിട്ട് നല്ല മനോഹര രൂപിയാണല്ലോ, നിങ്ങൾ എൻ്റെ മോഡലായിട്ടൊന്നിരിക്കാമോ, നിങ്ങളെ വെച്ചൊരു പടം വരയ്ക്കാമെന്ന് പറഞ്ഞു. ഈ റഷ്യൻ പട്ടാളക്കാരന് വലിയ സന്തോഷമായി. അദ്ദേഹം ചിത്രകാരൻ പറയുന്നത് കേട്ടുകൊണ്ട് ഇരുന്ന് കൊടുത്തു. അപ്പോൾ ആ മുറിയിലേക്ക് നോക്കിയപ്പോൾ ക്രൂശിക്കപ്പെട്ടൊരു രൂപം കണ്ടു. ഈ റഷ്യൻ പട്ടാളക്കാരന് ഇത് ആരാണെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ഈ കുരിശിൽ കിടക്കുന്ന ആരാണ്? അത് യേശുവാണ്, ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു. എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടത്? അവനെ കുരിശിൽ തറച്ചു വന്നത്. അപ്പോൾ അവിടെയും സുവിശേഷം എത്തിയിട്ടില്ല, ഈ വ്യക്തിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അവൻ രക്ഷകനാണ്, അവൻ സകലരുടെയും പാപം വഹിച്ചുകൊണ്ട് കുരിശന്മേ കയറിയതാണ്. ഞാൻ വിശ്വസിക്കില്ല. റഷ്യൻ പട്ടാളക്കാരൻ പറഞ്ഞു, അവൻ രക്ഷകനായിരുന്നുവെങ്കിൽ അവനെ റോമാക്കാർ കുരിശിൽ തറപ്പിച്ചതാണെങ്കിലും അവനെ ജനം കുരിശിൽ നിറക്കിയാനെ, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടിയാനെ, ശരീരം മുഴുവനും വിണ്ട് കീറി ചാട്ടവാർ അടിയെല്ലാം ഏറ്റ് കാര്യം പാണി തറയ്ക്കപ്പെട്ടവനായിട്ട് കുരിശന്മേൽ കിടക്കുന്ന ആ ശരീരത്തെ അവരിറക്കിയാനെ, അവരാദരിച്ച് മുറിവുകൾ വെച്ച് കെട്ടിയാനെ. അവൻ രക്ഷകനല്ല, അവൻ നന്മ ചെയ്തവനല്ല എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ താല്പര്യമില്ല. ഞാൻ ചിത്രരചന തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ പണി തടസ്സപ്പെടുത്തല്ലേ. നിങ്ങളൊന്ന് ഇരുന്ന് തരികയാണെങ്കിൽ ഞാനിത് വരച്ച് പൂർത്തിയാക്കാം. ആ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യൂറോപ്യൻ പറഞ്ഞു, അവൻ മരിക്കാനായിട്ട് വന്നവനാണ്. മാനവജാതിയെ മുഴുവൻ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അവരെ ഹീനമായ പാപം ചെയ്ത് പിശാചിൻ്റെ അടിമകളായിട്ട്, അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പിശാചിൻ്റെ അടിമകളായിട്ട് ജീവിച്ചപ്പോൾ അവരെ വിടുവിക്കാൻ വന്ന രക്ഷകനാണവൻ. അവൻ മരിക്കാൻ വന്നവനാണ്. അപ്പോൾ വീണ്ടും ആ പട്ടാളക്കാരൻ പറയുകയാണ്, ആ ചിത്രകാരൻ്റെ ചിത്രരചന തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ അവനെ എന്തുമാത്രം അഗാധമായി സ്നേഹിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഈ ചിത്രകാരൻ ബ്രഷ് താഴെ വെച്ചു. ഈ പട്ടാളക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് തൻ്റെ മുറിയിലിരിക്കുന്ന ക്രൂശിത രൂപങ്ങൾ വരച്ചിരിക്കുന്ന അനേക ചിത്രങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രകാലം ചിത്രം വരച്ചിട്ടും ആ യേശുവിനെ അഗാധമായി സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. അദ്ദേഹം കണ്ണുനീർ വാർത്തുകൊണ്ട് ചിത്രരചന നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം കസേരയിൽ പോയിരുന്നു. ഞാൻ അവനെ അഗാധമായി സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാളുകളായിട്ടല്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്? നാളുകളായില്ലേ കൂട്ടായ്മ കൂടാൻ തുടങ്ങിയിട്ട്? നാളുകളായില്ലേ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട്? നാളുകളായില്ലേ കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ അവനെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അഗാധമായി സ്നേഹിക്കുന്നവർ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവർ തളരുകയില്ല. എന്തെല്ലാം ആപത്തുകൾ വന്നാലും അവർ കർത്താവിനെ പഴിക്കുകയില്ല. അവർ ഭയന്ന് വെറിപൂണ്ട് നടക്കുകയില്ല. അവർ ആകുലചിത്തരാകുകയില്ല. അവരുടെ സമാധാനം ആർക്കും എടുത്തു കളയാൻ പറ്റുകയില്ല. കാരണം അവർക്ക് ക്രിസ്തുവുമായിട്ട് അഗാധമായ സ്നേഹമാണ്. മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയാൻ തക്കവണ്ണമുള്ള, മരണത്തെ ഭയമില്ലാത്ത ജീവൻ നയിക്കുന്നവരാണ്. അപ്പോസ്തലൻ പറയുകയാണെങ്കിൽ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ, ദൈവത്തിന് മഹത്വം, അവിടെ റോമൻ കൈസറിൻ്റെ വാള് വന്ന് കഴുത്തിൽ വന്ന് വീഴാൻ പോവുകയാണ്. അപ്പോൾ 2 ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവനായിട്ട് പോകുന്ന സമയത്തും അതിനു മുമ്പ് ഉരുവിട്ടതായൊരു വാക്യം പറഞ്ഞുകൊണ്ടാണ് സെന്റ് പോൾ പോകുന്നത്. 2 തിമോത്തിയോസ് 4:6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ്, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന് കൊലക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ്. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. വായിച്ചു. ഞാൻ നല്ലപോർ പൊരുതു, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓട്ടം ഞാൻ പൂർത്തീകരിച്ചു. ഞാൻ നല്ലതുപോലെ പൊരുതി
പലവട്ടം ഞാൻ കോലിനാൽ അടി കൊണ്ടു. എത്രയോ പ്രാവശ്യം എന്നെ നിന്ദിച്ചു, കല്ലേറേറ്റു, എന്നെ വിടുവായെന്ന് പറഞ്ഞു, എന്നെ ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു, ഈ ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചു, എന്നെ നിന്ദിച്ചു. എൻ്റെ പഠനങ്ങളും എൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം താഴെ വെച്ച് ഈ കുഞ്ഞാടിനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ ജീവിത അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്തൊരു ഉറപ്പാണ് പൗലോസിലേക്ക് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എൻ്റെ കിരീടധാരണത്തിനുള്ള സമയമായിരിക്കുകയാണ്. ഇവിടെ കല്ലേറാണ്, ഇവിടെ തുപ്പലാണ്, ഇവിടെ നിന്ദയാണ്, ഇവിടെ ആക്ഷേപമാണ്. ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല, ഒരു പ്രോത്സാഹനം തരാൻ ആരുമില്ല. അധിക്ഷേപിച്ച് അടിച്ചമർത്താൻ മാത്രമേ ആളുകളുള്ളൂ. എന്നാൽ എനിക്കായിട്ടൊരു കിരീടം അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭ്യമാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത്ര ധൈര്യം, മരിക്കുന്ന ലാഭമാണെന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ഈ ഒരു ഉറപ്പാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മരിക്കുന്ന ലാഭമാണ് എന്ന്? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ക്രിസ്തുവിനെ ഞാൻ അഗാധമായി സ്നേഹിച്ചു. ഞാൻ സുവിശേഷ വേല അലക്ഷ്യമാക്കിയോ? എൻ്റെ ജീവിതത്തിൽ ഉദാസീനത വന്നു. എൻ്റെ കർത്താവിന് മുമ്പിൽ ഞാൻ താളടിയാകുകയാണ്. കർത്താവേ, ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് 27 വർഷങ്ങളായി. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എത്ര ആത്മാക്കളെ നേടി, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം വേലകൾ ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാത്തിലും പാപത്തിൻ്റെ അംശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അവൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് വരികയാണ്. കർത്താവേ, പാപിയായ ഒരുവൻ ഇപ്പോൾ നിൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് വരികയാണ്. കർത്താവേ, എന്ത് ചെയ്തപ്പോഴും അവിടെ എല്ലാം പാപത്തിൻ്റെ കണികകൾ ഉണ്ടായിരുന്നു. കർത്താവേ, പിശാചിന് അവകാശങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലജ്ജിച്ച തല താഴ്ത്തിക്കൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടെ ഇപ്പോൾ നിൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് ഞാൻ വരികയാണ്. കർത്താവേ, അപ്പം ഈ ഉള്ളവനോട് ക്ഷമിക്കണമേ. നിങ്ങളും പ്രാർത്ഥിക്കൂ. കർത്താവേ, ഒന്നിലും അഭിമാനിക്കാനില്ല, ഒന്നിലും പ്രശംസിക്കാനില്ല. കർത്താവേ, ഒരുപാട് പ്രശംസകളെല്ലാം വന്നുപോയി. മറ്റുള്ളവർ ആദരിച്ചപ്പോൾ, പല സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചപ്പോൾ ഒരുപാട് പ്രശംസ വന്നുപോയി. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കിട്ടിയപ്പോൾ ഒരുപാട് പ്രശംസ വന്നുപോയി. കർത്താവേ, ഇപ്പോൾ തലകുമ്പിട്ട് ലജ്ജിതരായിട്ട് അധ്വാനിച്ചവർ മറ്റു പലരുമാണ്. എന്നാൽ കൊയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുകയാണ് ഞങ്ങൾ. കർത്താവേ, വിത്ത് വിതച്ചത് മറ്റു പലരും, എന്നാൽ ഞങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ സുവിശേഷ വേലയുമായിട്ട് നടക്കുമ്പോൾ അധ്വാനിച്ചത് ആരൊക്കെയാണെന്ന് ഓർക്കുമ്പോൾ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച എൻ്റെ കർത്താവിനെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ തല കൊമ്പിടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കർത്താവേ, ഞങ്ങൾ വേണ്ടതുപോലെ സമർപ്പിച്ചില്ലല്ലോ, ഞങ്ങൾ വേണ്ടതുപോലെ ജീവിച്ചില്ലല്ലോ. കർത്താവേ, ഇന്നും മരണഭയത്തിൽ കഴിയുന്ന അനേകരുണ്ട്. കർത്താവേ, എന്നാൽ ഞങ്ങളിപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് നിന്റെ പാദപീഠത്തിൽ ഇന്ന് ഈ സമയം ഇരിക്കുമ്പോൾ നിന്റെ വിലയേറിയ രക്തം ഞങ്ങളുടെ തലമേലൊന്ന് തളിക്കാമോ? കർത്താവേ, സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നതായ നിന്റെ വിലയേറിയ രക്തം കൊണ്ട്, ഊനമില്ലാത്ത കുഞ്ഞാടായ നിന്റെ തിരക്തം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭയത്തോടുകൂടിയാണ്. കർത്താവേ, കാരണം അത് പരിശുദ്ധ രക്തമാണ്, അത് പുണ്യാഹ രക്തമാണ്, അത് ശാപം മാറ്റുന്ന രക്തമാണ്, അത് ബന്ധനമഴിക്കുന്ന രക്തമാണ്, അത് പാപം മോചിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. നിത്യനരകത്തിലേക്ക് പോകുന്നവരെ സ്വർഗത്തിൽ ഇരുത്തുവാൻ ശക്തിയുള്ള രക്തമാണ്. ഏത് കടോര മനുഷ്യന്റെ പാപങ്ങളെയും നീക്കുവാൻ ശക്തിയുള്ളതായ രക്തത്തിൽ ഞങ്ങളിപ്പോൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുന്നു, ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളുള്ളവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇതുവരെ യേശുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും ദൈവവിഷയമായി സമ്പന്നനായിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെ സമ്മതിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന സമയത്ത്, കർത്താവ്, ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്നു മുതൽ ഞങ്ങൾ നിനക്കായിട്ട് ജീവിച്ചുകൊള്ളാം, ഇന്നു മുതൽ നിന്നെ അഗാധമായി ഞങ്ങൾ സ്നേഹിച്ചുകൊള്ളാം, ഇന്നു മുതൽ മറ്റുള്ളവരെ ഞങ്ങൾ സ്നേഹിച്ചുകൊള്ളാം, ഇന്നു മുതൽ സുവിശേഷ വേല ചെയ്തുകൊള്ളാം, വിശുദ്ധിയോടെ വേല ചെയ്തുകൊള്ളാം. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട തുരന്തരുമാറാകണമേ. ആമേൻ.